കൊളോണൽ എന്നെഴുതി കേണൽ എന്നും ചമ്പാഗ്നെ എന്നെഴുതി ഷാംപെയിൻ എന്നുമൊക്കെ വായിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് ഇംഗ്ലീഷുകാർ. വിത്ത് ദിസ് ഇൻസൈറ്റ് നൗ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് മെനി കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് ക്ലോസ്ലി റിലേറ്റഡ് ടു യുവർ ലൈഫ്. മാത്തമാറ്റിക്സിലെ ആസ്വാദനം നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതും +1 +2 തലത്തിൽ ഫിസിക്സ് പേടി സ്വപ്നമാകുന്നതുമെല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ പേരെന്താണ്? 1-ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ നിങ്ങളുടെ പേര് എന്തായിരുന്നു? ഇനിയൊരു 10-20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പേര് എന്തായിരിക്കും? സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ പേര് മാറുമോ? എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അയാളുടെ പേര് ഒരു കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾ മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പേര് മാറുന്നില്ല. ചരിത്രത്തിൽ മൺമറഞ്ഞുപോയി കാലമേറെയായെങ്കിലും ഗാന്ധിജിയുടെയോ അബ്രഹാം ലിങ്കൻ്റെയോ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയോ ഹിറ്റ്ലറുടെയോ റിയൽ നെയിമിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനിയൊട്ട് സംഭവിക്കാനും പോകുന്നില്ല. എന്നാൽ നിങ്ങളുടെ നിക്ക് നെയിം അതൊരു വേരിയബിൾ ആകാനാണ് സാധ്യത. വീട്ടിൽ, കൂട്ടുകാർക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, പല ക്ലാസ്സുകളിൽ പഠിച്ചപ്പോൾ എല്ലാം വേറെ വേറെ നിക്ക് നെയിംസ് ഉള്ളവരാണ് നമ്മളിൽ പലരും. നൗ കൺസിഡർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. 10 വർഷം മുൻപും ഇന്നും എന്നും അത് ഒന്നു തന്നെയല്ലേ? വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ കോൺസ്റ്റൻറ്റ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒന്നിലധികം തവണ ജനിക്കാനോ മരിക്കാനോ ആർക്കെങ്കിലും സാധിക്കുമോ? അത്തരമൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിതാക്കളെ മാറി പരീക്ഷിക്കാൻ ചിലരെങ്കിലും ഒരുപക്ഷെ തയ്യാറാകുമായിരുന്നു, അല്ലേ? കവേർഡ്സ് ഡൈ many times before their death. The valiant never taste of death but once എന്ന് ഷേക്സ്പിയർ എഴുതിയതും യഥാർത്ഥ മരണം ഒരിക്കലേയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്ന് തന്നെയല്ലേ? ഇനി നിങ്ങളുടെ വയസ്സിൻ്റെ കാര്യം എടുത്തു നോക്കൂ. ഇറ്റ്സ് ക്ലിയർലി എ വേരിയബിൾ ആസ് ഇറ്റ് ചേഞ്ചസ് ഇയർ ബൈ ഇയർ ഓർ ഈവൻ ഡേ ബൈ ഡേ. മലയാളം പോലുള്ള നമ്മുടെ പ്രാദേശിക ഭാഷകളിലെ മിക്ക അക്ഷരങ്ങളുടെയും ഉച്ചാരണ ശബ്ദം കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളിൽ ഇത് വേരിയബിളാണ്. ഉദാഹരണത്തിന് മലയാളത്തിൽ താ എന്നോ ഈ എന്നോ എഴുതിയാൽ അതിനെ വായിക്കുന്നതും താ എന്നോ ഈ എന്നോ തന്നെയായിരിക്കും. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, ഹിന്ദി പോലുള്ള മറ്റ് ഇന്ത്യൻ ഭാഷകളുടെ കാര്യത്തിലും ഇത് ഏറെക്കുറെ ശരിയാണ്. എന്നാൽ ഇംഗ്ലീഷിലെ ഒരക്ഷരം പല വാക്കുകളിൽ, പല സ്ഥാനങ്ങളിൽ, പല ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുക. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ മിക്കവാറും എല്ലാ അക്ഷരങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയുമാണ്. ഉദാഹരണത്തിന് കാറ്റിലെ സി ക എന്നും ചാറ്റിലെ സി ച എന്നും സീസറിലെ സി സ് എന്ന ശബ്ദവുമാണ് പുറപ്പെടുവിക്കുന്നത്. കൊളോണൽ എന്നെഴുതി കേണൽ എന്നും ചമ്പാഗ്നെ എന്നെഴുതി ഷാംപെയിൻ എന്നുമൊക്കെ വായിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് ഇംഗ്ലീഷുകാർ. തരാതരം പോലെ മാറുന്ന ഈ സ്വഭാവം കൊണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഈസ് എ ബാസ്റ്റഡ് ലാംഗ്വേജ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളെ 1-ാം ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ച ടീച്ചർ, നിങ്ങൾ ആദ്യമായി വായിച്ച നോവൽ, 10-ാം ക്ലാസ്സിൽ ആദ്യമായി പോയ ദിവസം നിങ്ങൾ ധരിച്ച വസ്ത്രം എല്ലാം കോൺസ്റ്റൻറ്റ്. പക്ഷേ നിങ്ങളെ സയൻസ്, മാത്സ് ഓർ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ വേരീസ് ഫ്രം ക്ലാസ് ടു ക്ലാസ്. നിങ്ങളുടെ ഉയരം, നിങ്ങൾ ഇന്ന് വരെ ധരിച്ച വസ്ത്രം എല്ലാം വേരിയബിൾസ്. These are all only a few indicators. With this insight, now you will be able to find many constants and variables closely related to your life. Can you please share 3 such examples each for constants and variables right below in the comment box? In physics, we explore the causes behind various natural phenomena and try to explain the same logically and meaningfully with higher degrees of precision. Or it is a journey to explore reality and truth. മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇത്തരത്തിലുള്ള വേരിയസ് നേച്ചുറൽ ഫിനോമിന ഫിസിക്സിൽ ഡീറ്റെയിൽഡ് അനാലിസിസിന് വിധേയമാക്കുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് വഴിയാണ്. ആൻഡ് ഹിയർ ഇസ് ദ റെലവൻസ് ഓഫ് മാത്തമാറ്റിക്സ് ആസ് എ പ്രിസൈസ് ആൻഡ് പവർഫുൾ ലാംഗ്വേജ് റാദർ ദാൻ എ ടൂൾ. മെക്കാനിക്സും തേർമൽ ഫിസിക്സും ഇലക്ട്രോഡൈനമിക്സും ഒപ്റ്റിക്സും
മോഡേൺ ഫിസിക്സും ഇലക്ട്രോണിക്സും എല്ലാം ഇത്തരത്തിലുള്ള മീനിങ് ഫുൾ മാത്തമാറ്റിക്കൽ മോഡലിങ്ങിലൂടെയാണ് കുട്ടിയുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ടത്. ഇങ്ങനെ സംഭവിച്ചാൽ ഭാഷയും ഗണിതവും ജീവിതവും ചരിത്രവും പ്രകൃതിയും എല്ലാം ആസ്വദിക്കാൻ കുട്ടിക്ക് സാധിക്കും. ക്രിട്ടിക്കൽ, ലോജിക്കൽ ആൻഡ് റാഷണൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായകരമാകും. മഗ്ഗപ്പ് ചെയ്ത് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങാനുള്ള ഒരു വിഷയം എന്നതിൽ നിന്നും മാറി ജീവിതത്തിൽ കൃത്യമായി ഫോളോ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന രീതിയിൽ സയൻസ് കുട്ടിക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ഏതുതരം പരീക്ഷ എഴുതിയാലും ഏറ്റവും മുന്നിലെത്താനും കഴിയും. ഫിസിക്സ് പോലൊരു വിഷയം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ട എസ്തെറ്റിക് ഡയമെൻഷൻസും കടന്നു പോകേണ്ട ആസ്വാദന തലങ്ങളും അതിൻ്റെയൊക്കെ ത്രില്ലും എക്സൈറ്റ്മെൻറ്റും യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇത്തരത്തിൽ ഭാഷയുമായും ജീവിതവുമായും നേരനുഭവങ്ങളുമായും ബന്ധപ്പെടുത്തി മാത്തമാറ്റിക്സിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പരാജയപ്പെട്ടു പോയ ഒരു ബ്രോക്കൺ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നിർഭാഗ്യവശാൽ ഇന്നും നമ്മൾ പിന്തുടരുന്നത്. മാത്തമാറ്റിക്സിലെ ആസ്വാദനം നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതും പ്ലസ് 1, പ്ലസ് 2 തലത്തിൽ ഫിസിക്സ് പേടി സ്വപ്നമാകുന്നതുമെല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. റിയലിസ്റ്റിക്കായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കാനും പരിഹരിക്കാനും ജീവിതഗന്ധിയായി ഫിസിക്സും ഒരു ഭാഷ എന്ന നിലയിൽ മാത്സും കൂടുതൽ അറിയാനും ആസ്വദിച്ച് മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ ആണോ നിങ്ങൾ? എങ്കിൽ ഐ വെൽക്കം യു ടു ജോയിൻ മൈ പ്രൈവറ്റ് VIP group called Mad Plan to enjoy more discussions like this. And for your information, Mad Plan is the short form of making a difference with physics, life and nature. The invitation link to join the private VIP group is given in the description below. Thank you for staying with me so far.